ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. 2 ദിവസം ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറുന്നപ്പോ എന്തൊക്കെയാ ഇവിടെ നടക്കണേ. ഷിയാസ് കരീം ഒരു സൈഡില്, സജിന ഫിറോസ് മറ്റൊരു സൈഡില്. ലോട്ട് ഓഫ് അപരാധങ്ങൾ ഗൈസ്. അപ്പൊ നമുക്ക് ഷിയാസ് കരീം എന്ന് പറയില്ലേ, ഇനി തൊട്ട് അങ്ങനെ വേണം വിളിക്കാൻ. ഇക്ക വേറെ ലെവലിലോട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ്. ഷിയോ എന്നാണ് ഇനി ഇക്കായെ വിളിക്കണമെന്ന് ഇക്ക പറയുന്നത്. എന്നെ ഷിയോ എന്ന് വിളിക്കുമ്പോഴാണ് ഇക്ക ഇഷ്ടം. സംഭവം എല്ലാരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇക്കയുടെ പേരിൽ ഒരു കൊണ്ടുപോയി പരാതി കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കയ്യിൽ നിന്ന് പ്രണയം നടിച്ച് ഇവരെ അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് 65 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു. പൈസ തിരിച്ചു ചോദിച്ച സമയത്ത് ഇവരുടെ ന്യൂഡ് ഫോട്ടോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത്. ഇവർ കുറച്ചധിക കാലമായിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ഷിയാസിനെ പറ്റി പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഇവന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. സാമ്പത്തികമായും ശാരീരികമായും പരസ്പര സമൂഹത്തോടെ ബന്ധമുണ്ടാക്കിയിട്ട് വിശ്വാസവഞ്ചനയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എവിടെയാണ് പരാതിപ്പെടേണ്ടത്? പീഡന പരാതി കൊടുത്താൽ മാത്രമേ നീതി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണോ? NB ഇങ്ങനെയുള്ളവരെ താങ്ങുന്നവരെയും സൂക്ഷിക്കുക. ഇത് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ്. മറ്റൊരു പോസ്റ്റ് ഞാൻ കാണിക്കാം. പ്രതികരിക്കില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. എനിക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ ഇവന് കൊടുക്കില്ലല്ലേ. അതുകൊണ്ട് തന്നെ ഈ അറ്റത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങേ അറ്റത്തെത്താൻ ഞാൻ പുറകിലോട്ടില്ല. ഇതൊക്കെ വാങ്ങിച്ച് തിന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇവനെ ഞാൻ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയൂ. പോലീസ് കംപ്ലൈന്റ് ചെയ്തു ഫയലാക്കി വെക്കണോ? അതിന്റെ അടിയിൽ ഒരു 3-4 ട്രാൻസാക്ഷൻ ഇവന് കൊടുത്ത പൈസയുടെ ഗൂഗിൾ പേന്റെ സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ട്. ഇവർ തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്കറിയത്തില്ല. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണോ അതോ കൈൻഡ് ഓഫ് ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അത് ഇവർക്ക് മാത്രമേ അറിയാത്തുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇവൻ പൈസ തട്ടിയെടുത്തു, ഭീഷണിപ്പെടുത്തി, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരിപ്പോ കേസും കൊടുത്തേക്കുന്നത്. ഇത് വന്നതിന് ശേഷം നമ്മുടെ ഇക്ക ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇതിന് ശേഷം യവന്റെ വോയിസും കൂടെ കുറെ പുറത്ത് വന്നായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണം. ആദ്യം യവന്റെ വീഡിയോ നമുക്ക് കാണാം ഗൈസ്, അതാണ് കാണേണ്ടത്. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ ആ പരാതിയിൽ എവിടെയും പീഡന പരാതി എന്നില്ല. വിശ്വാസവഞ്ചന, ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഈ വകുപ്പുകൾ ചുമത്തിയാണ് നിന്റെ തലമണ്ടയിൽ കേസെടുത്തേക്കുന്നത്. നീ വെറുതെ പീഡന പരാതി, അവര് നിങ്ങളുടെ കൂടെ ഡിങ്കോൾഫി ഉണ്ടായിരുന്നവർ സമ്മതിക്കുന്നു, പക്ഷെ എന്നും പറഞ്ഞ അവര് മാന്യമായിട്ടുള്ള സ്ത്രീ പീഡന പരാതി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അല്ലേ. വളച്ചൊടിക്കുവാൻ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ എന്റെ പൊന്നടാവേ, എന്തൊരു കളനടാ ഇവൻ. അവൻ പറയുന്ന 60 വയസ്സുള്ള സ്ത്രീ. ആ സ്ത്രീയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാനും കണ്ട്. നല്ല ഒന്നാന്തരം ജിൽ എന്ന് പറയുന്ന നിൽക്കുന്ന ചേച്ചിയാണ്. അവരുടെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ കാണായിരുന്നു. പബ്ബിലൊക്കെ പോയിട്ട് പുകയൊക്കെ ഇട്ട് സൂപ്പറായിട്ട് നിൽക്കുന്നു. ഒരു 10-40 വയസ്സൊക്കെ അവർക്ക് ഉണ്ടാവും. 50 മേളിൽ എന്തായാലും പോകില്ല. എന്നിട്ട് വന്നിരുന്നിട്ട് കള്ളത്തിനും പറയുന്നുണ്ടാ. യവന്റെ കല്യാണത്തിന് മെഹർ വരെ മേടിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചേക്കുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് വോയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നും ഇവൻ പലതവണയായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിന്റെ ഒക്കെ ഉള്ള തെളിവ് ഇവന്റെ വോയിസിൽ നിന്ന് തന്നെ പുറത്ത് വന്നിട്ടുള്ള കാര്യമാണ്. ചേടാ, ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ പേരും ആ വോയിസ് ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് നീ അവിടെ ചോറുണ്ണാൻ ചെല്ലും എന്ന് പറയുന്ന വോയിസ് വരെ അതിനകത്തുണ്ടായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് നീ എന്റെ ശല്യം നീ കണ്ട, ഞാൻ ചോറുണ്ണാൻ വരുന്നുണ്ട്. എന്തുണ്ണലാണോ എന്തോ ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒന്നും അറിയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറയിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ എന്തിനാ ഷിയാസെ 10 ലക്ഷം രൂപ, 20 ലക്ഷം, 65 ലക്ഷം എന്നൊക്കെ? അത് ഏത് ഫ്ലൈറ്ററാ? 10 ലക്ഷം രൂപയുടെ ഏത് ഫ്ലൈറ്റ്? ബിസിനസ് ക്ലാസ് ആണോ? ഇവിടെ ദുബായ് വരെ ബിസിനസ് ക്ലാസ് ഇപ്പൊ എത്ര രൂപ അവിടെ? ഈ 65 ലക്ഷം രൂപയുടെ ഫ്ലൈറ്റോ? അങ്ങോട്ടും ഇങ്ങോട്ടും 500 ചില്ലറ പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിന്റെ വ്യക്തത ഇല്ലല്ലോടാ മോനെ.
ഇതിനു മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പരാതിക്കകത്ത് ഇവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നുണ്ട്. അതിനകത്തൊരു പീഡന ആംഗിളിലല്ല സാധനങ്ങൾ പോകുന്നത്. അവർ പരസ്പരം സുഹൃത്തുക്കളായിരുന്നു, പല രീതിയിലും അവരെ ചൂഷണം ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞ് അവരെ വഞ്ചിച്ചു. പരാതിയെ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ലൈൻ ഇതാണ്, നമ്മൾ വഞ്ചിച്ചില്ലെങ്കിലും വഞ്ചിച്ചു എന്നേ എഴുതി വെക്കത്തുള്ളൂ. കാര്യം എന്നാലേ ആ പരാതിക്കൊരു ഇത് കിട്ടത്തുള്ളൂ. എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും അതിനകത്ത് മറ്റേ പീഡനം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതിന്റെ പേരിൽ അതിന്റെ വകുപ്പ് ചുമത്തി ഇവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടില്ല. സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. എന്റെ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീ എടുത്ത് യവൻ സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? ഉമ്മാടെ പ്രായമുള്ള സ്ത്രീ, നീ തന്നെ വന്ന് പണയുന്നത് ഉമ്മാടെ പ്രായമുള്ള സ്ത്രീ എന്നാണ്. അന്നേരം ആ വോയിസിനകത്ത് നീ പറയുന്ന സംസാരം കേട്ടിട്ട് ഉമ്മാടെ പ്രായമുള്ള ആൾക്കാരെ പോലും നീ വെറുതെ വിടൂല എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നീ ഇമാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവന്റെ വോയിസ് ഒരു 17 മിനിറ്റ് ഇവർക്ക് അയച്ച ഇൻസ്റ്റാഗ്രാം വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ പറ ഉമ്മാടെ പ്രായമുള്ള സ്ത്രീയോളിയും യവൻ എങ്ങനെയാണ് പെരുമാറിയതെന്ന്. സ്റ്റെപ്പ് മാം സെറ്റപ്പ് അല്ലായിരുന്നോടാ മോനെ? നിനക്ക് തോന്നലാണ് നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. ഒന്നും പറയണ്ട. 1 ലക്ഷം രൂപ അത് എന്തിനാ പോയിന്ന് അറിഞ്ഞില്ല. അല്ല, ബാംഗ്ലൂര് ഞാനാകെ പെട്ടിക്കടി. എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ്മ 30,000 രൂപയ്ക്ക് പണി തീർക്കാമെന്ന് കൊണ്ട് തുടങ്ങിയതാ. ഇപ്പോൾ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഒരു സെന്റിമെന്റൽ അപ്രോച്ചാ. ഇതുപോലെ പല വോയിസിനകത്തും ഇവൻ പൈസ ചോദിച്ചിട്ടുണ്ട്. 10 ലക്ഷം, 2 ലക്ഷം, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിന്? ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ മെഹർ മേടിക്കാൻ വേണ്ടിയിട്ട് വരാം, അവൾക്ക് ഐഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് വരാം, ഓഡിറ്റോറിയത്തിന് പൈസ മേടിക്കാം, ജിമ്മ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിലായിട്ട് ഇവൻ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ എവിഡന്റ് ആയിട്ട് ഈ ഒരു വോയിസിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 10,000, 2,000, 5,000, 50,000 അല്ല, ലക്ഷങ്ങളുടെ ഇടപാട് നടന്നിട്ടുണ്ട്. ഈ സ്ത്രീയുടെ വോയിസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. മേ ബി ഇരയാണല്ലോ, അതുകൊണ്ടായിരിക്കും അവരുടെ വോയിസ് പുറത്തു വരാത്തത്. ഷിയാസിന്റെ വോയിസ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ യവൻ ഈ പറഞ്ഞ ഇപ്പം നിലവിൽ ഇപ്പൊ ഈ കുറച്ചു മുമ്പേ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ്. ഇവർ തമ്മിലുള്ള ഇരിപ്പോ ചെയ്തൊന്നും ആയിരുന്നില്ല. നല്ല ടൈംസിൽ പൊക്കോണ്ടിരുന്ന രണ്ടുപേരും കൂടെ. ഈ 10-60 വയസ്സുള്ള തള്ള, ഉമ്മാടെ പ്രായമുള്ളത്, ഇതൊക്കെ ഇവൻ പറയുന്നത് നുണയാണ്. ഇനിയുള്ള വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തൂല. കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. ഉന്നോട് ഞാൻ നിന്നോട് നീ, എന്നോട് ഞാൻ നിന്നോട് നീ. 60 വയസ്സുള്ള ഉമ്മ എടുത്താന്നോടെ നീ ഇങ്ങനൊക്കെ പറയുന്നത്? കൊഞ്ചല്ലേ കൊഞ്ചല്ലേ കുഞ്ഞെ, കൊഞ്ചല്ലേ 60 വയസ്സുള്ള ഉമ്മ എടുത്താന്നോടെ പറയുന്നത്? അതെ, വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കണട്ടാ. ഓക്കെ, ഷിയുന്ന് വിളിച്ചാൽ മതി. ഷിയൂന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരമ്മയുടെ സ്നേഹമായിരിക്കും ഗൈസ്, അതുകൊണ്ടായിരിക്കും ഷിയൂന്ന് വിളിക്കാൻ പറയുന്നത്. ഓക്കെ, എന്തായാലും അയക്ക്. 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് കൂടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ. അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെന്നുള്ളൂ. അത് ഓക്കെ ആവും എന്ന് മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരുമായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം, കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, അത് അക്കൗണ്ട് വഴി 1 ലക്ഷക്ക് 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിൻ്റെ വർക്കിൻ്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, ഓക്കെ.
വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഞാൻ ടാക്സ് അടയ്ക്കാം. ഇപ്പോൾ അടയ്ക്കണം, അല്ലെങ്കിൽ പണി പാടും. നീ പൈസ ആയിട്ട് തന്നായിട്ടോ, അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിൻ്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, ഓക്കെ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഇവന്റെ പേരിൽ ഒരു കേസും കൂടെ എടുക്കണം. ഇവ ശരിക്ക് ബ്ലാക്ക് മണി ഇട്ട് കളിക്കുന്നുണ്ട്. 1 രൂപ പോലും ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ മൊത്തം ക്യാഷ് കയ്യിലൂടെയുള്ള ട്രാൻസാക്ഷൻസാണ്. ഇത് മൊത്തം ബ്ലാക്ക് മണി ആയിരിക്കും. ആ ഒരു കേസും കൂടെ ഇവന്റെ പേര് സ്വയമേ എടുക്കണം. ഈ ഒരു വോയിസിനകത്ത് വളരെ എവിഡന്റ് ആണ്. 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം ഇതൊക്കെ കൈ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അതിൽ ഈ സ്ത്രീക്ക് കാണുമല്ലോ എന്നറിയ ഇതിന്റെ ഇടപാട്. എവിടെയുള്ള എന്തായാലും എല്ലാം ഓക്കെ അല്ലേ? കുറച്ച് ഇത് വേണ്ടിയിട്ടോ നമ്മള് തുടങ്ങാൻ പോണ പരിപാടി, പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. നീ അത് എനിക്ക് തന്നാൽ മതി പൈസ ആയിട്ട്. അക്കൗണ്ടിൽ ഉണ്ടോ? കാരണം ഈ ട്രാൻസാക്ഷൻ വേണ്ടി ഇത് GST ഇഷ്യൂ വരും. തന്നാൽ മതി. ഞാനത് പതുക്കെ പണി 10 തന്നാൽ മതി. അപ്പോൾ പണി തീർക്കാൻ പറ്റും. കേട്ടാ, പല സ്ഥലങ്ങളിലായിട്ട് ഇവൻ പറയുന്നുണ്ട് GST ഇഷ്യൂ വരും, 10 ആയിട്ട് തന്നാൽ മതി, അതിന് വേഗം പണി തീർക്കാൻ പറ്റും. നല്ല രീതിയിൽ വെളുപ്പിക്കൽ പരിപാടി നടന്നിട്ടുണ്ട്. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, തണലായിട്ടും. അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്ര തന്നെ. ഇപ്പൊ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ബോണസ്. നല്ല ഒന്നാന്തരം ബോണസ്. നല്ല കാര്യം ഉണ്ടായിരുന്നോടെ നിനക്ക്. ഒന്നെങ്കിൽ ഇമാതിരി പരിപാടിക്ക് നടക്കുമ്പം അതിനെ ആ രീതിയിൽ ഡീൽ ചെയ്ത് വിടണം. അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചടിക്കും. ഒരാളെ ഇന്ന് പൈസ മേടിച്ച് അല്ലെങ്കിൽ അവരെ ഫിസിക്കലി യൂസ് ചെയ്ത് എന്നിട്ട് അവസാനം അവർ വന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് മറ്റേ രീതിയിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നോക്കിയിരിക്കുമോ? ഇവരുടെ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീയുടെ. ആ വോയിസിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി മേടിച്ച പൈസ അല്ലത്, ഞാൻ അവൻ അറിഞ്ഞു കൊടുത്തതാണ്, അവൻ ചോദിക്കുമ്പോൾ ഞാൻ പൈസ കൊടുക്കും, എനിക്ക് അവനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് കൊടുത്തതാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ആ വോയിസിനകത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ അറിഞ്ഞ് ഇവനെ ഇവർ സഹായിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ ഉടക്കി പിരിയാനുള്ള റീസൺ എന്താണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അത് ഷിയാസിനും ആ ഒരു സ്ത്രീക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ ഈ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഈ പറയുന്ന ഫോട്ടോസ് പുറത്തു വിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്ന വോയിസോ കാര്യങ്ങളോ ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. അത് പരാതിയിൽ മാത്രമാണ് അങ്ങനെ ഒരു സാധനം ഉള്ളത്. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വോയിസും കൂടെ പുറത്തു വിടണം. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരിക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടുണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അത്ര മതി. 60 വയസ്സുള്ള ഉമ്മ. എടേ, നിനക്ക് ബോധമില്ലേടേ? നിനക്ക് ഇത്രയൊക്കെ ഡയലോഗ് നീ അടിച്ചിട്ട് ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ വന്ന് വീഡിയോ ഇടാൻ നിനക്ക് ഒരു ബോധവും ഇല്ലയോടെ? നീ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നീ എന്തൊക്കെയാ പറഞ്ഞതെന്ന്? ഇപ്പൊ പുറത്ത് വന്ന മാന്യമായിട്ടുള്ള വോയിസുകളാണ് ഇത്. ഇനി പുറത്ത് വരാത്ത മാന്യമല്ലാത്ത എന്തോരം വോയിസുകൾ ഉണ്ടാവും. ഈ പുറത്തു വന്ന വോയിസിനകത്ത് വരെ നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സാധനം വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു എന്ന്. പിന്നെ ഈ രീതിയിൽ ഇമ്മാതിരി ഡയലോഗ് അടിക്കുമ്പോൾ നമുക്ക് ഊഹിച്ചൂടെ എന്താണ് അവിടെ സംഭവം എന്ന്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള പരിപാടിയോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കെട്ടിക്കോളാം അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവന് കല്യാണത്തിന് മെഹർ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ എടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം, എന്തായാലും ഇവരെ കെട്ടിക്കോളാം എന്ന്, കൂടെ പാർപ്പിച്ചോളാം എന്നുള്ള കാര്യമൊന്നും ഇവിടെ നടന്നിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കാതെ ഒരു ഇഷ്ടത്തിന്റെ പുറത്തുള്ള ബന്ധമായിരുന്നു ഇത്. വേണമെങ്കിൽ നമുക്കില്ല ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നുണ്ട് ബെസ്റ്റി സെറ്റപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് ഈ ലവിൻ്റെ സ്റ്റാറ്റസ് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പ്രാന്താന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാണ്, ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവും ക്യൂന്ന് അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിൻ്റെ വില പോവും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിൻ്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. ഷിയാസേ എന്തൊക്കെയാ പറയുന്നേ? അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ മിണ്ടാൻ നിൽക്കുന്നില്ല. അത് കുറച്ച് കടമൊക്കെ ഒന്നുണ്ടാ. അനുമോൾക്ക് ഒരു 1,40,000 കൊടുക്കാണ്ട്. അവിടെ നിന്ന് മേടിച്ചോ പൈസ? നീ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടേ? മിക്കവാറും ഉടനെ വേറൊരു ബിഗ് ബോസ് താരം കൂടെ എക്സ്പോസ് ആവാനുള്ള സാധ്യത ഉണ്ട്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം പൈസ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര കോമഡി ആയിരിക്കും. അത് ഇതുപോലത്തെ പരിപാടി ഒന്നും ആയിരിക്കത്തില്ല. അത് കോമഡി സാധനമായിരിക്കും പുറത്ത് വന്നു കഴിഞ്ഞാൽ. എന്നോട് പറഞ്ഞില്ലേ, അവള് നല്ല കുട്ടിയാ, പാവാണ്. അവർക്ക് സ്നേഹം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ അത് കൊടുക്കും. നിന്റെ സപ്പോർട്ടും ഇതുവായുണ്ടെങ്കിൽ തന്നെ പകുതി ഓക്കെയാ. നെജ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി.
എന്തൊരു നാറി പരിപാടിയാണ് നീ കാണിക്കുന്നത്. കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയാണ് തോന്നി പറഞ്ഞത്. അവള് നല്ല കുട്ടി, അവൾക്ക് വേണ്ട സ്നേഹം ഞാൻ കൊടുക്കും, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. സ്വന്തം പെണ്ണിന് സ്നേഹം കൊടുക്കാൻ മറ്റൊരുത്തിയുടെ സപ്പോർട്ട്. 16-ാം തീയതി ഞാൻ പോവും. മാറി ഞാൻ എടുത്തിട്ടില്ല, എന്ത് ചെയ്യുന്ന അറിയിക്കണം. അവൾക്കൊരു ഐഫോണെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സമ്മാനമായിട്ട് ഗിഫ്റ്റ്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് കടമൊക്കെ വാങ്ങിക്കേണ്ടി വരും എന്നുള്ള ഒരു വിഷമമാണ്. തല കുനിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ആൾക്കാരുടെ മുമ്പിൽ. വീണ്ടും 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 തല കുനിച്ചിട്ടിരിക്കുക. ഇവനകത്ത് ഈ തല കുനിക്കുന്ന ഇഷ്ടമല്ലെന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട് ഇവനിപ്പോ ചെയ്ത ഈ പ്രവൃത്തി എന്താണ്? കുനിഞ്ഞു നിന്നാൽ പോലും ആ ഒരു പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മറ്റൊരുത്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മെഹറും ഐഫോണും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതിനേക്കാളും വലിയൊരു നാണം കെട്ട വൃത്തികെട്ട പരിപാടി. എടാ ഉളുപ്പുണ്ടോ ലേശം? ഉളുപ്പ്. ഇതിലും വേദം നീ മറ്റേ ബസ് സ്റ്റാൻഡിൽ പോയി കുഞ്ഞു നിൽക്കുന്നതാടേ. അന്തസ്സുണ്ട്, ഇതിനേക്കാളും അന്തസ്സുണ്ടെന്ന് വേണേ പറയാം. നാട്ടിലൊന്നും നമുക്ക് നീ എന്തിനും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ കുറേ ഇപ്പോൾ ഞാനെന്താ പറയുക, എന്ത് ചെയ്യുന്നത് ഇവിടെ വല്ലതും കിട്ടാൻ വേണ്ട. ആ മറ്റാ എന്തിനും പൈസ ഒന്നും കിട്ടാൻ വേണ്ട. ഒരു 1-2 ലക്ഷം രൂപ. അതെ, മറ്റത് എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞേ. പൈസ ചോദിക്കാത്ത അവൻ നീ അവനോട് ചോദിക്കേ. എനിക്കിങ്ങനൊരു 10 lakh rupees ആവശ്യമുണ്ട് മുജി, അർജന്റാണ്. അങ്ങനെ നീ അവന് മെസ്സേജ് അയക്കി വോയിസ്, ഇങ്ങനെ എനിക്കൊരു 10 lakh rupees ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, എനിക്ക് മുജീന്ന് അയച്ചു തരൂ, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിടാം എന്ന് അവനോട് പറയാം. അവൻ എന്താ പറഞ്ഞു നോക്ക്. 15-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16-ാം തീയതി ഞാൻ പോവില്ലേ, 15-ാം തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം ഇവിടുന്ന്. നിനക്കപ്പോൾ എന്നെ വേണ്ടല്ലോ? ആയിക്കോട്ടെ, ശരി എന്നാട്ടാ. ഓക്കെ, ബൈ. പറ കുഴപ്പമൊന്നുമില്ല, ശരി എന്നാ. ഇപ്പം എന്നെ വേണ്ടല്ലേ? ഞാൻ പെണ്ണിട്ട് നിനക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം തന്നെ കഴിക്കാനാണോടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നത് നീ? ഈ ഒരു വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ തന്നെ പറ. ഒന്ന്, പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അത് എത്രയാണെന്നുള്ളത് കാര്യം പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. 2, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ഇതുവരെ ഒരു തെളിവും പുറത്ത് വന്നിട്ടുമില്ല. 3, ഇതിനകത്ത് BJPയുടെ ഒരു കൈയുണ്ടോ എന്ന് സംശയമില്ലാതില്ല. പ്രത്യേകിച്ച് അഖിൽമാരാറാൻ്റെ ടീം അവർ നല്ല രീതിയിൽ ഈ സാധനം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിയാസിന് അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ പറയുന്നൊരു വോയിസ് ഉണ്ട്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സ്നേഹത്തോടെയാണ് അവന് പൈസ കൊടുത്തതെന്ന്. അത് വെച്ച് വേണമെങ്കിൽ ഇവന് പറയാം, കണ്ട അവര് എനിക്ക് സ്നേഹത്തോടാണ് പൈസ തന്നെന്നുള്ളത്. എന്താണെങ്കിലും പുള്ളിക്കാരൻ്റെ ഭാര്യ ഇദ്ദേഹം ഇട്ട വീഡിയോ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോണ്ട് വറി ബേബി, വി ഹാവ് ഓൾ പ്രൂഫ്സ്, വി വിൽ ഗോ ഹെഡ് എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി കമന്റ് ചെയ്തേക്കുന്നത്. ഫുൾ സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ട്. നല്ല കാര്യം, ഭാര്യയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ വേണം. പിന്നെ ഒരു കാര്യം കൂടെ ഭാര്യ ആലോചിക്കുക, ഭാര്യയ്ക്ക് മെഹർ മേടിച്ചു കൊടുത്ത് ഈ സ്ത്രീയുടെ പൈസയൊക്കെ ആണെങ്കിൽ ആ മെഹർ ഇത്രയും പ്രത്യേക മെഹർ വേറെ കാണില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല, വേറെ വീട്ടിൽ. അപ്പം ശരി.